ഹൈ ഡിയേഴ്സ്, സൈലത്തിൻ്റെ മറ്റൊരു HSM മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആഗസ്റ്റ് 8 നടക്കാൻ പോകുന്ന HSM മാത്തമാറ്റിക്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് മാർക്കുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻ്റാണ് നമ്മൾ ഇന്ന് നൽകുന്നത്. അപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. വെക്റ്റർ ആൾജിബ്ര അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കുകൾ നൽകുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. എളുപ്പത്തിൽ വെക്റ്റർ ആൾജിബ്രയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ എന്താണ് ഒരു വെക്റ്റർ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വലിപ്പം മാത്രമുള്ള അളവുകളെ സ്കാലാർ ക്വാണ്ടിറ്റീസ് അദിശ അളവുകൾ എന്ന് വിളിക്കാറുണ്ട്. വലിപ്പവും ഡയറക്ഷനും ഉള്ള അളവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റിയെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യാറുള്ളത് ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് വെച്ചിട്ടാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ഇനീഷ്യൽ പോയിന്റ് എന്നും എൻഡ് പോയിന്റിനെ ടെർമിനൽ പോയിന്റ് എന്നും വിളിക്കാറുണ്ട്. ഈ ആരോ മാർക്ക് ആ വെക്റ്ററിന്റെ ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുക. വെക്റ്ററിന് സാധാരണ പേര് കൊടുക്കാറുള്ളത് എ എന്നിട്ടിട്ട് മുകളിൽ ഒരു ആരോ മാർക്ക് ഇടും. അതിനർത്ഥം വെക്റ്റർ എ എന്നാണ്. ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ വെക്റ്ററിന്റെ അളവ് അല്ലെങ്കിൽ വലിപ്പമാണ്. ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ മോഡ് എ എന്നാണ് കൊടുക്കുക. ഒരു വെക്റ്ററിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു വെക്റ്ററിന്റെ യൂണിറ്റ് വെക്റ്റർ ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് യൂണിറ്റ് വെക്റ്റർ. മലയാളത്തിൽ അതിന് വിളിക്കുന്ന പേര് ഏകക സദിശം എന്ന്. എ എന്ന് പറയുന്നത് A1i പ്ലസ് A2j പ്ലസ് A3k എന്ന് പറയുന്ന ഒരു വെക്റ്ററാണ്. വെക്റ്റർ കമ്പോണന്റ് ഫോമിൽ എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുക? റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് A3 സ്ക്വയർ ആണ് ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ്. ആ വെക്റ്ററിന്റെ യൂണിറ്റ് വെക്റ്ററിനെ നമ്മൾ എ ക്യാപ്പ് എന്നാ യൂസ് ചെയ്യുക. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആ വെക്റ്ററിനെ വ്യത്യസ്ത പീസുകളാക്കി അതിലൊരു യൂണിറ്റ്, അതാണ് യൂണിറ്റ് വെക്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ക്യാപ്പ് കാണാനായിട്ട് വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ചെയ്താൽ മതി. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു വെക്റ്റർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ വെക്റ്റർ എടുത്തതെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റൂട്ട് ഓഫ് 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ എത്ര കിട്ടുന്നുണ്ട്? 16 എന്ന് കിട്ടുന്നുണ്ട്. 16 4 20, 20 29. ഇതാണ് ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ വെക്റ്ററിന്റെ യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന വെക്റ്ററിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ തന്ന വെക്റ്റർ 2i പ്ലസ് 3j പ്ലസ് 4k ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് 29 ചെയ്താൽ കിട്ടുന്നതാണ് അതിന്റെ യൂണിറ്റ് വെക്റ്റർ എന്നറിയപ്പെടുന്നത്. ഈ യൂണിറ്റ് വെക്ടറിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: 2/√29i പ്ലസ് 3/√29j പ്ലസ് 4/√29k എന്ന് എഴുതി വെക്കാം. ഇതാണ് ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണാനുള്ള പരിപാടി. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് വെക്ടർ ആൾജിബ്രയാണ്. അതായത് വെക്ടറിന്റെ കാൽക്കുലേഷൻസ്, വെക്ടർ അഡീഷൻ, വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ആദ്യത്തേത് വെക്റ്റർ അഡീഷനും സബ്ട്രാക്ഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഡയറക്റ്റാണ്. സാധാരണ നിങ്ങൾ റിയൽ നമ്പേഴ്സിൽ എങ്ങനെയാണോ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അതേപോലെ തന്നെയാണ് വെക്റ്റർ അഡീഷനും സബ്ട്രാക്ഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്ററുകൾ തമ്മിൽ ഗുണിക്കുകയല്ല, വെക്റ്ററിനെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് ഗുണിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന വെക്റ്റർ A1i പ്ലസ് A2j പ്ലസ് A3kയും ബി എന്ന് പറയുന്ന വെക്ടർ B1i പ്ലസ് B2j പ്ലസ് B3kയും ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ കമ്പോണന്റ് വൈസ് കൂട്ടുക, എ മൈനസ് ബി കമ്പോണന്റ് വൈസ് കുറയ്ക്കുക, k ഇൻറ്റു എ എന്ന് പറയുന്ന വെക്ടറിന്റെ എല്ലാവരെയും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുക, അതായത് ഓരോ കമ്പോണന്റിനെയും കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുക. എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറയുന്ന വെക്ടർ ഞാൻ 5i പ്ലസ് 7j പ്ലസ് 3k എന്ന് കൊടുത്തു. ബി എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് 2i പ്ലസ് 3j പ്ലസ് 1k എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ എഴുതുക? 5ഉം 2ഉം 7i പ്ലസ് 7ഉം 3ഉം 10j പ്ലസ് 3 പ്ലസ് 1 4k. എ മൈനസ് ബി എങ്ങനെ എഴുതി നിങ്ങൾ എഴുതുക? എ മൈനസ് ബി എന്ന് പറയുന്ന വെക്ടർ
5-2 3i+, 7-3 4j+, 3-1 2k എന്ന് എഴുതി വെക്കുക. ഇനി ഒരു 2a എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ എഴുതി വെക്കുക? എയിലുള്ള എല്ലാ കോമ്പോണന്റിനെയും 2 കൊണ്ട് ഗുണിക്കുക. 2 × 5 10i+, 2 × 7 14j+, 2 × 3 6k എന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് വെക്ടറിന്റെ അഡീഷനും സബ്ട്രാക്ഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ പഠിച്ചത് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി 2 വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ? വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷൻ 2 രീതിയിൽ പറയാറുണ്ട്. ഡോട്ട് ഗുണനം അഥവാ സ്കാലാർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ്, അദിശ ഗുണനം. രണ്ടാമത്തേത് ക്രോസ് ഗുണനം അഥവാ സദിശ ഗുണനം അഥവാ ക്രോസ് പ്രൊഡക്റ്റ്, വെക്ടർ പ്രൊഡക്റ്റ്. അപ്പൊ 2 രീതിയിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്താറുണ്ട്. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ്, രണ്ടാമത്തേത് ക്രോസ് പ്രൊഡക്റ്റ്. 2 വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് നടത്തിയാൽ നമുക്ക് കിട്ടുക ഒരു റിയൽ നമ്പർ അല്ലെങ്കിൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് അതിനെ സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. 2 വെക്ടറുകൾ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് നടത്തിയാൽ നമുക്ക് കിട്ടുക ഒരു വെക്ടർ ആണ്. അതുകൊണ്ട് അതിനെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. ഇനി എന്താണ് ഡോട്ട് പ്രൊഡക്റ്റും സ്കാലാർ പ്രൊഡക്റ്റും നോക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് a1i+, a2j+, a3k, ബി എന്ന് പറയുന്ന വെക്ടറും തന്നിട്ടുണ്ടെങ്കിൽ സ്കാലാർ വെക്ടർ അല്ലെങ്കിൽ ഈ വെക്ടറുകളുടെ ഡോട്ട് ഗുണനം, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ a ഡോട്ട് ബി എന്നാണ് റെപ്രസെന്റേഷൻ കൊടുക്കുക. എങ്ങനെയാ അത് കാണുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2 ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന് ജിയോമെട്രിക്കൽ ഫോമിലുള്ള ഡെഫിനിഷൻ. ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ, ഇയാളാണ് ബി എന്ന് പറയുന്ന വെക്ടർ. ഈ എന്റെയും ബിന്റെയും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ജിയോമെട്രിക്കൽ ഡെഫിനിഷൻ ഓഫ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് വെക്ടറിന്റെ കമ്പോണന്റ് ഫോമിലുള്ള ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷനാ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 ചെയ്താൽ മതി. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ എ എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു, 3i+, 2j+, 4k. ബി എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു, 2i+, 5j+, 3k. ഇതാണ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്താന്ന് ചോദിച്ചാൽ കമ്പോണന്റ് വൈസ് ഗുണിച്ച് കൂട്ടുക. 3 × 2 6+, 2 × 5 10+, 4 × 3 12, 10ഉം 12ഉം 22ഉം 6ഉം 28 എന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണുക. ഇനി ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൊട്ടേഷൻ കൊടുക്കുക എ ക്രോസ് ബി എന്ന. 2 ടൈപ്പ് ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ജിയോമെട്രിക്കൽ ഡെഫിനിഷൻ. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. എൻ ക്യാപ് എന്ന് പറഞ്ഞാൽ ഈ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് എൻ ക്യാപ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എ ക്രോസ് ബിയുടെ ജിയോമെട്രിക്കൽ ഡെഫിനിഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ് എന്നാണ് കാണാനുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കുക. നമ്മൾ ആ ഡെഫിനിഷൻ അല്ലേ യൂസ് ചെയ്യുക. എ ക്രോസ് ബി കാണാനുള്ള കമ്പോണന്റ് വൈസ് ഡെഫിനിഷൻ ആണ് നമുക്ക് വേണ്ടത്. എ ക്രോസ് ബി കാണാനായിട്ട് ഒരു ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ആ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ijk, സെക്കൻഡ് റോ a1 a2 a3, തേർഡ് b1 b2 b3 ഇട്ടാൽ മതി. എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടാൽ കിട്ടുന്നതാണ് എ ക്രോസ് ബി. ഇതാണ് എ ക്രോസ് ബിയുടെ ഏത് ഫോം? കമ്പോണന്റ് ഫോം. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും 2 വെക്ടറുകൾ തന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. അപ്പൊ ആലോചിക്കുക, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും. അപ്പൊ 2 വെക്ടർ തന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടാൽ മതി. ചോദ്യങ്ങളിലേക്ക് വരാം. ഇയാൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തമിഴ് മീഡിയത്തിൽ ഉണ്ടായിരുന്ന ചോദ്യം. എ എന്ന് പറയുന്ന ഒരു വെക്ടറും ബി എന്ന് പറയുന്ന ഒരു വെക്ടറും തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി കാണാനായിട്ട് നമുക്കറിയാം ആദ്യം ഒരു മെട്രിക്സ് ഉണ്ടാക്കണം. ആ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ijk, സെക്കൻഡ് റോ 2 3 5, തേർഡ് റോ -1 -1 1. കമ്പോണന്റ് മാത്രം എടുത്ത് എഴുതിയാണ്. മുകളിൽ ijk എന്ന് എഴുതി വെക്കുക. സെക്കൻഡ് റോ എയിലെ കമ്പോണന്റ് 2 3 5, തേർഡ് റോ ബിയിലെ കമ്പോണന്റ് -1 -1 1. എന്നിട്ട് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എ ക്രോസ് ബി. ഡിറ്റർമിനന്റ് കണ്ടു നോക്കാം. ഫസ്റ്റ് ലൈൻ വെച്ചിട്ട് കാണാം. ആദ്യം സൈൻ ഇട്ട് കൊടുക്കുക, പ്ലസ് മൈനസ് പ്ലസ്. i ഇൻറ്റു ഫസ്റ്റത്തെ എന്താ വരിക? 3 × 1 3 മൈനസ്
-1 × 5 -5. അടുത്തത് -j × 2 × 1 2 മൈനസ് എത്രയാ കിട്ടുക? 2 × 1 2, 2 × 1 2 മൈനസ് അവിടെയും -5 എന്ന് വരുന്നുണ്ട്. ലാസ്റ്റ് k ഇൻറ്റു എങ്ങനെയാ കിട്ടുക? 2 × 1 -1 -2 മൈനസും -3 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ 3 + 5 8i, 2 + 5 7, അപ്പോൾ അവിടെ -7j, -2 + 3 3 - 2 1 ആണ്, അപ്പൊ ഒരു 1k. അപ്പൊ 8i - 7j + k എന്ന് പറയുന്ന ഉത്തരമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് സംഗതി. അപ്പൊ ഡിറ്റർമിനന്റ് കാണാൻ അറിയുമെങ്കിൽ എ ക്രോസ് ബി കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, 4i - j + 3k -2i + j - 2k ലംബമായ യൂണിറ്റ് വെക്ടർ എന്താണ്? അപ്പൊ രണ്ട് വെക്ടർ തന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എ ക്രോസ് ബി കണ്ടാൽ മതി. അപ്പൊ ആദ്യം ഞാൻ എ ക്രോസ് ബി കാണുന്നു. എ ക്രോസ് ബി കാണാനായിട്ട് ചെയ്യുക, i j k കൊടുത്തു, 4 -1 3 കൊടുത്തു, -2 1 -2. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി കിട്ടും. ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടു നോക്കാം. സൈൻ ഇട്ട് വെച്ചു. എന്നിട്ട് ഡിറ്റർമിനന്റ് ഒന്ന് വളരെ വേഗത്തിൽ കാണാം. i × -1 × 2 2 -3 എന്ന് കിട്ടുന്നുണ്ട് ഫസ്റ്റത്തത്. -j × 4 - 2 -8 + 3 2 6 എന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് k × 4 1 4 -2 എന്ന് കിട്ടുന്നുണ്ട്. ഉത്തരം 2 - 1 -i. -8 + 6 എന്ന് പറഞ്ഞാൽ -8 + 6 മൈനസും മൈനസും പ്ലസ് 2j. 4 - 2 എന്ന് പറഞ്ഞാൽ 2k. അപ്പൊ -i + 2j + 2k. അത് നിങ്ങൾ നോക്കിയാൽ കാണൂല. ഇപ്പൊ നമുക്ക് കിട്ടിയത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാ കിട്ടിയത്. നമ്മളോട് ചോദിച്ചത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാനാ. അപ്പൊ കിട്ടിയ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടാൽ മതി. എങ്ങനെയാ യൂണിറ്റ് വെക്ടർ കാണുക? യൂണിറ്റ് വെക്ടർ കാണാന് അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ -i + 2j + 2k ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആരാ? 1ന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 2ന്റെ സ്ക്വയർ 4, 4 4 8 1 9, √9 3 ആണ്. അപ്പൊ ഉത്തരം കിട്ടുക -i + 2j + 2k ഡിവൈഡഡ് ബൈ 3. അങ്ങനെ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2016 ചോദിച്ചതാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, അതിശത്രയ ഗുണനം അടുത്തൊരു ഓപ്പറേഷൻ ആണ്. അതായത് വെക്ടറിലെ 2 ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. വെക്ടർ അഡീഷനും സബ്ട്രാക്ഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും കുഴപ്പമില്ല. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ 2 എന്ത്? ഒന്ന് സ്കാലാർ പ്രൊഡക്റ്റും ഉണ്ട്, മറ്റേത് വെക്ടർ പ്രൊഡക്റ്റും ഉണ്ട്. സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ്, വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ്. ഇനി ഇതല്ലാതെ മൂന്നാമതൊരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിശത്രയ ഗുണനം അല്ലെങ്കിൽ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഇത് 3 വെക്ടറുകൾ തമ്മിലുള്ള ഓപ്പറേഷൻ ആണ്. എ ബി സി എന്ന് 3 വെക്ടറുകൾ എടുത്താൽ ആ 3 വെക്ടറുകൾ തമ്മിലുള്ള സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അതിശത്രയ ഗുണനത്തിന്റെ നൊട്ടേഷൻ. ആ 3 വെക്ടറുകളും ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക, എ ബി സി, എന്നിട്ടൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് അത് വായിക്കുക സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് എ ബി സി എന്ന, അല്ലെങ്കിൽ എ ബി സിയുടെ അതിശത്രയ ഗുണനം എന്നാ വായിക്കുക. ഇനി അത് എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാനായിട്ട് എ ഡോട്ട് ബി ക്രോസ് സി ചെയ്താൽ മതി. എ ഡോട്ട് ബി ക്രോസ് സി ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ബി ക്രോസ് സി ചെയ്യുക, എന്നിട്ട് അതിനെ എയുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. പക്ഷെ അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാൻ മറ്റൊരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ആ മെട്രിക്സിന്റെ ആദ്യത്തെ റോയില് ആദ്യത്തെ മെട്രിക്സിന്റെ കമ്പോണന്റ് ആദ്യത്തെ വെക്ടറിന്റെ കമ്പോണന്റ് എഴുതുക, രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ വെക്ടറിന്റെ കമ്പോണന്റ്, മൂന്നാമത്തെ റോയിൽ മൂന്നാമത്തെ വെക്ടറിന്റെ കമ്പോണന്റ്. അപ്പൊ എ ക്രോസ് ബി അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാൻ ആ 3 വെക്ടറുകളുടെയും കമ്പോണന്റ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ആക്കി എഴുതിയ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഇതാണ് സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അതിശത്രയ ഗുണനത്തിന്റെ ഉദാഹരണം, ഫൈൻഡ് സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് എ ബി സി ഇഫ് എ ബി സി ആർ ഗിവൺ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് ഇതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാനാണ്.
സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാൻ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി, മെട്രിക്സ് എഴുതാം. ആ മെട്രിക്സിന്റെ ആദ്യത്തെ വരി ഒന്നാമത്തെ കമ്പോണന്റ് 1 -2 3, സെക്കൻഡ് 2 -3 1, തേർഡ് 3 1 -2. ഇയാളുടെ ഡിറ്റർമിനന്റ് കണ്ടാൽ കിട്ടുന്നതാണ് സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഡിറ്റർമിനന്റ് കണ്ടാൽ എന്താ കിട്ടുക? നമുക്ക് ഫസ്റ്റത്തെ വരി തന്നെ വെച്ചിട്ട് ചെയ്ത് നോക്കാം. 1 × -3 × -2 എന്ന് പറഞ്ഞാൽ 6, 6 - 1 5 എന്ന് കിട്ടുന്നുണ്ട് അവിടെ. -2 × എന്താ വരിക, 2 × -2 -4 -3 -7 എന്ന് കിട്ടുന്നു. പ്ലസ് ഇവിടെ കിട്ടുന്നത് 3 × ഡിറ്റർമിനന്റ് കാണുമ്പോൾ 2 + 9 എന്ന് കിട്ടുന്നുണ്ട് 11. അപ്പൊ ഉത്തരം 5, മൈനസും മൈനസും പ്ലസ് 2 × -7 -14 എന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് 3 × 11 33 എന്ന് കിട്ടുന്നുണ്ട്. 33ഉം 5ഉം 38. 38ന്ന് 14 പോയാൽ കിട്ടുന്നത് എത്രയാ? 24 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ? 33ഉം 5ഉം 38. 38ന്ന് 4 പോയാൽ 34. 34ന്ന് ഒരു 10ഉം കൂടെ പോയാൽ 24. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി 24 എന്ന് കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യം, സമതലീയ സദിശങ്ങൾ കോപ്ലാനാർ വെക്ടേഴ്സ്. 3 വെക്ടേഴ്സ് എയും ബിയും സിയും സമതലീയമാണെന്ന് പറയണമെങ്കിൽ, കോപ്ലാനാർ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. അതായത് 3 വെക്ടറുകൾ കോപ്ലാനാർ വെക്ടേഴ്സ് ഒരേ പ്ലെയിനിലുള്ള വെക്ടറുകളാണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. തിരിച്ചും പറയാം, സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആയിട്ടുള്ള 3 വെക്ടറുകൾ കോപ്ലാനാർ വെക്ടറുകളായിരിക്കും, ഒരേ പ്ലെയിനിലുള്ള വെക്ടറുകളായിരിക്കും. എക്സാമ്പിൾ സെക്കൻഡ് നോക്കാം. ഇവിടെ നോക്ക്, A ഡോട്ട് A ക്രോസ് B. നമുക്കറിയാവുന്ന കാര്യം എന്താ? ABC എന്ന് പറയുന്ന വെക്ടറിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് A ഡോട്ട് B ക്രോസ് C എന്നറിയാലോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് A ഡോട്ട് A ക്രോസ് B ആരാന്നാണ് ചോദിച്ചത്. A ഡോട്ട് A ക്രോസ് B എന്ന് പറഞ്ഞാൽ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് AAC അല്ലേ? അപ്പൊ ആലോചിക്കുക, സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് AAC എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഫസ്റ്റ് വെക്ടർ ഒന്നാമത്തേൽ എഴുതുക, സെക്കൻഡ് വെക്ടർ രണ്ടാമത്തേൽ എഴുതുക, തേർഡ് വെക്ടർ C. ഇവിടെ നിങ്ങൾ ഡിറ്റർമിനന്റ് കാണുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലായിരിക്കും, ആദ്യത്തെ 2 വരികൾ സെയിം ആ കിട്ടുക. ആദ്യത്തെ 2 വരികൾ സെയിം ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടുത്തെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആണ്. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. A ഡോട്ട് A ക്രോസ് B എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് AAB ആണ്. സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാനായിട്ട് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് കണ്ടാൽ മതി. അതിൽ ആദ്യത്തെ വരി A എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ്, രണ്ടാമത്തെ വരിയും ഇവിടെ A എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ്, മൂന്നാമത്തെ വരി B എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ്. പക്ഷെ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ആദ്യത്തെ 2 വരികൾ സെയിം ആയിരിക്കും. ഒരു മെട്രിക്സിൽ ആദ്യത്തെ 2 വരികൾ സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ മെട്രിക്സിലെ ഏതെങ്കിലും 2 വരികൾ സെയിം ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പൊ ഇവിടെ കിട്ടുക AAC, അതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആണ് കിട്ടുക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, A എന്ന് പറയുന്നത് 7i + 5j - 6k, B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ABC കാണാനാ പറഞ്ഞിട്ടുള്ളത്. HSIയുടെ 2022 ചോദിച്ച ചോദ്യം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച, ഇതൊന്നും ചെയ്യാതെ തന്നെ ഉത്തരത്തിലേക്ക് പോകാം. A എന്ന് പറയുന്ന ഒരാള്, B എന്ന് പറയുന്ന ഒരാള്, C എന്ന് പറയുന്ന ഒരാള്. നമുക്ക് ഇയാളുടെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യേണ്ട. A എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ് ഒന്നാമത്തെ വരിയിൽ എഴുതി, B എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ് രണ്ടാമത്തെ വരിയിൽ എഴുതി. മൂന്നാമത്തെ വരി എന്ന് പറഞ്ഞാൽ 2a - 5b ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വെക്ടറിൽ 2 വരികളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് മൂന്നാമത്തെ വരി എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആ. അല്ലാതെ നിങ്ങൾ ആദ്യം 2a - 5b എന്ന് പറയുന്ന വെക്ടർ കണ്ടിട്ട് അതൊരു മെട്രിക്സ് ആക്കി എഴുതി അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്തിയിട്ടല്ല ഉത്തരത്തിലേക്ക് പോവേണ്ടത്. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. ഇത് HSIയുടെ 2022 ചോദിച്ച ചോദ്യ. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ? A എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ് ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരിയിൽ B എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പോണന്റ്,
മൂന്നാമത്തെ വരിയിൽ 2a മൈനസ് 5b, അതായത് ആദ്യത്തെ രണ്ട് വരികളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് മൂന്നാമത്തെ വരി എങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. therefore ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുക. അടുത്തത് നോക്കാം. i മൈനസ് 2j മൈനസ് 3k, 3i പ്ലസ് ലാംഡ i j പ്ലസ് k, i പ്ലസ് 2j പ്ലസ് 2k എന്നീ വെക്ടറുകൾ കോപ്ലാനാർ ആയാൽ ലാംഡയുടെ വില എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം കോപ്ലാനാർ ആണെങ്കിൽ അതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടുത്തെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എഴുതാം. 1 മൈനസ് 2 മൈനസ് 3, 3 ഉണ്ട്, ലാംഡ ഉണ്ട്, 1 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഇത് 0 ആണെന്നാ പറയുന്നത്. അതായത് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. നമുക്ക് ഏതെങ്കിലും വഴിക്കൊന്ന് ചെയ്തു നോക്കാം. ഇതന്നെ എടുക്കാം. പ്ലസ് മൈനസ് പ്ലസ് 1 ഇൻറ്റു ആദ്യത്തെ എന്താ കിട്ടുക? 2 ലാംഡ മൈനസ് 2 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സെറ്റ്. മൈനസ് മൈനസ് 2 എന്ന് പറയുമ്പോൾ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 2 6 മൈനസ് 1 എന്ന് കിട്ടുന്നുണ്ട്. 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5. പിന്നെ കിട്ടുന്നത് മൈനസ് 3 ഇൻറ്റു 3 ഇൻറ്റു 2 6 മൈനസ് ലാംഡ എന്ന് കിട്ടുന്നുണ്ട് ഈക്വൽ ടു 0. കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കിട്ടുക 2 ലാംഡ മൈനസ് 2 പ്ലസ് 2 5 10 മൈനസ് 3 ഇൻറ്റു 6 18 മൈനസും മൈനസും പ്ലസ് 3 ലാംഡ ഈക്വൽ ടു 0. 2 ലാംഡയും 3 ലാംഡയും കൂട്ടിയാൽ 5 ലാംഡ. 10 2 പോയ 8, 8 18 പോയ മൈനസ് 10 സമം 0. therefore 5 ലാംഡ സമം 10, ലാംഡ സമം 10/5, ലാംഡ സമം 2 എന്ന് കിട്ടുന്നു. ഉത്തരം ഓപ്ഷൻ സി 2 എന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് പരിപാടി. അടുത്ത ചോദ്യം. സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ij k എന്ന് പറയുന്ന സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്താ? ശരിക്കും i എന്ന് പറഞ്ഞ ഒരു വെക്ടറാ. അതെങ്ങനെ കൊടുക്കുക? 1 ഇൻറ്റു i പ്ലസ് 0 ഇൻറ്റു j പ്ലസ് 0 ഇൻറ്റു k. j എന്ന് മാത്രം കൊടുത്താൽ ശരിക്കും അതൊരു വെക്ടറാ. 0 ഇൻറ്റു i പ്ലസ് 1 ഇൻറ്റു j പ്ലസ് 0 ഇൻറ്റു k. k എന്ന് മാത്രം കൊടുത്താൽ അതൊരു വെക്ടറാ. 0i പ്ലസ് 0j പ്ലസ് 1k. നമ്മളോട് കാണാൻ പറഞ്ഞത് സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ijk കാണാനാ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റിന്റെ കമ്പോണന്റ് ആരൊക്കെയാ? 1 0 0, അടുത്ത 0 1 0, 0 0 1. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? ഇത് ഐഡന്റിറ്റി മെട്രിക്സാ. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആ. ഉത്തരം ഓപ്ഷൻ എ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് വെക്ടറിന്റെ ഓപ്പറേഷൻസ് നടത്തുക. ഇതിനെയാണ് നമ്മൾ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. വേറൊരാളും കൂടെ ഉണ്ട്, അയാളെയും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചോ. സദിശത്രയ ഗുണനം വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. എങ്ങനെയാ വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണുക? എ ക്രോസ് ബി ക്രോസ് സി കാണാൻ എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ സദിശത്രയ ഗുണനം വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ കമ്പോണന്റ് ഫോം നോക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് ഈ ഫോമിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. കമ്പോണന്റ് ഫോം കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന സാധനമാണ്. ഇതിന്റെ മെത്തേഡ് കാണാനൊന്നും ചോദിക്കൂല. ഇതിന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. എ ബി സി എന്നിവ 3 വെക്ടറുകളാണെങ്കിൽ എ ക്രോസ് ബി ക്രോസ് സി എങ്ങനെയാ കാണുക? എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി. ഇതാണ് നമ്മൾ പഠിച്ച സാധനം. ഇത്രയും കാര്യങ്ങളാണ് വെക്ടറിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയാനുള്ളത്. അപ്പൊ വെക്ടറിന്റെ ഓപ്പറേഷൻസ് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ വെക്ടർ അഡീഷനും സബ്ട്രാക്ഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും കുഴപ്പമില്ല. 2 ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത് എങ്ങനെയാണ്, ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നത് എങ്ങനെയാണ്, സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണുക, അതുപോലെ തന്നെ വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നിർത്തുന്നു. താങ്ക് യു ഓൾ.